കരങ്ങൾ കൂപ്പി മുട്ടുമേലായിരുന്ന് ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളി വരുന്ന ഈശോയെ നമുക്ക് സ്വീകരിക്കാം. സ്നേഹിക്കാൻ ഈശോ നമ്മളെ പഠിപ്പിക്കും. വിശുദ്ധ ജീവിതം നയിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കും. കർത്താവിൻ്റെ അനന്തമായ കരുണ അനുഭവിക്കാൻ ഇതാ ദിവ്യകാരുണ്യമായ ഈശോ നമ്മളിലേക്ക് അൾത്താരയിലേക്ക് ഇറങ്ങി വരുന്ന നിമിഷങ്ങളാണ്. ഒത്തിരി സ്നേഹത്തോടെ, അതിലേറെ വിശ്വാസത്തോടെ ഈശോയെ വിളിച്ച് ആരാധനയുടെ ഗാനം ആലപിച്ച് ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് ഈ നിമിഷം സ്വീകരിക്കുക. ഏറ്റുപാടിക്കേ ആരാധന ആരാധന. ഈശോയെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ ഹൃദയം കൊണ്ട് തന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. കരങ്ങൾ കൂപ്പാം, കണ്ണുകൾ തുറന്ന് ദിവ്യകാരുണ്യത്തിൽ ഈശോയെ കാണാം. നീ എത്രമാത്രം സ്നേഹത്തോടും ദാഹത്തോടും തമ്പുരാനെ കാണുന്നുവോ അതിലേറെ സ്നേഹത്തോടും ദാഹത്തോടും നിന്നെ കാണുന്ന കർത്താവ് അൾത്താരയിലുണ്ട്. നിന്നെ കാണാൻ കൊതിക്കുന്ന ഒരു ഹൃദയമായി കർത്താവ് അൾത്താരയിൽ, നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരാൻ ആഗ്രഹിക്കുന്ന ഒരു ഹൃദയവുമായിട്ട് ഇതാ ജീവിക്കുന്ന കർത്താവ് അൾത്താരയിൽ. മോളെ നീ എന്റേതാണ്, മോനെ നീ എന്റേതാണ്, നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ്, നീ എനിക്ക് പ്രിയപ്പെട്ടവളാണ്, നീ എനിക്ക് അമൂല്യനാണ്, അമൂല്യാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതാ ഈശോ അൾത്താരയിലുണ്ട്. ആ സ്നേഹമാണ്, ആ സാന്നിധ്യമാണ് മക്കളെ ഈ നിമിഷങ്ങളിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയോ ആനന്ദകരമായ നിമിഷങ്ങൾ, എത്രയോ സന്തോഷകരമായ ജീവിതത്തിന്റെ വേള, എത്രയോ ദൈവാനുഭവത്തിന്റെ, സൗഖ്യത്തിന്റെ, വിടുതലിന്റെ ഒക്കെ നിമിഷങ്ങൾ. ഈ നിമിഷങ്ങളിൽ കർത്താവിന് നിന്നെ സുഖപ്പെടുത്താൻ പറ്റും. ഈ നിമിഷങ്ങളിൽ കർത്താവിന് നിന്നെ വീണ്ടെടുക്കാൻ പറ്റും. ഈ നിമിഷങ്ങളിൽ കർത്താവിന് തന്റെ സാന്നിധ്യത്തിന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും നിന്റെ ശരീരത്തിലും നിന്റെ മനസ്സിലും നിന്റെ ആത്മാവിലും ഒരുപോലെ വെളിപ്പെടുത്താൻ പറ്റും. കാരണം നമ്മുടെ കർത്താവ് ജീവിക്കുന്നവനായ ദൈവമാണ്. ആ കർത്താവാണ് ഈ അൾത്താരയിൽ. ഈശോ തന്നെയാണ്, ഈശോ തന്നെയാണ് ഈ അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്നത്. ഈശോയെ ആരാധിക്കാം, കാരണം അവൻ ആരാധനയ്ക്ക് യോഗ്യനാണല്ലോ. ഇവൻ മാത്രമാണല്ലോ ആരാധനയ്ക്ക് യോഗ്യൻ. ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ
ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എഴുന്നേറ്റ് നിൽക്കേണ്ടവർക്ക് എഴുന്നേറ്റ് നിൽക്കാം. ശാന്തമായിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കേണ്ടവർക്ക് ഈ നിമിഷം ഇരുന്ന് പ്രാർത്ഥിക്കാം. ഇരുന്നാളും പ്രാർത്ഥിക്കുന്നെങ്കിൽ കരങ്ങൾ മടിയിൽ തുറന്നു വയ്ക്കട്ടെ. എഴുന്നേറ്റ് നിന്നാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ കരങ്ങൾ മാറോട് ചേർന്നിരിക്കട്ടെ. ആ ഹൃദയത്തിൻ്റെ തുടിപ്പുകളുണ്ടല്ലോ, അത് ദൈവാരാധനയായി ഈ നിമിഷങ്ങളിൽ ദൈവസന്നിധിയിലേക്ക് ഉയരട്ടെ. ലോകമെമ്പാടും ഇരുന്ന് അനേകായിരങ്ങൾ ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഈശോയെ, ലക്ഷങ്ങൾ വരുന്ന ആ ജീവിതങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് കർത്താവ് ഈ നിമിഷം എൻ്റെ സാന്നിധ്യത്തിന് നന്ദി പറഞ്ഞ് ഈ സാന്നിധ്യത്തിൽ നീ ഞങ്ങൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ കർത്താവേ നീ ഞങ്ങളെ അനുവദിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 25 മുതലുള്ള വചനങ്ങൾ. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 25 മുതലുള്ള വചനങ്ങൾ. ഇവിടെ നമ്മൾ കാണുന്നുണ്ട്, വലിയൊരു ജനക്കൂട്ടം തിങ്ങി ഞെരുങ്ങി യേശുവിനെ പിന്തുടർന്നു. വലിയ ജനക്കൂട്ടം, 1-2 പേരൊന്നുമല്ല, വലിയ ജനാവലി കർത്താവിനെ പിന്തുടരുക. ഇപ്പോ നമ്മൾ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നത് പോലെ അനേകായിരങ്ങൾ, 10,000 ഈ ആരാധനയിൽ പങ്കെടുത്ത് ലോകത്തിലെ പല കോണുകളിൽ ഇരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്നത് പോലെ മോനെ കർത്താവിൻ്റെ പിന്നാലെ അനേകായിരങ്ങൾ, വലിയ ജനാവലി ഇങ്ങനെ തിങ്ങി ഞെരുങ്ങി കർത്താവിനെ പിന്തുടരുകയാണ്. തീർച്ചയായിട്ടും കർത്താവിനെ പിന്തുടരുമ്പോൾ ഓരോരുത്തർക്കും അവരുടേതായ ആവശ്യങ്ങളുണ്ട്, അവരുടേതായ പ്രാർത്ഥനകളുണ്ട്, നിയോഗങ്ങളുണ്ട്, സ്വപ്നങ്ങളുണ്ട്, പ്രതീക്ഷകളുണ്ട്. നിശ്ചയമാണ്. നീ ഇപ്പോൾ ഈ ആരാധനയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ, നീ ഇപ്പോൾ ഈ ആരാധനയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ നിന്റെ ചങ്കിൽ ചില നിയോഗങ്ങളില്ലേ, നിന്റെ ഹൃദയത്തിൽ ചില നിയോഗങ്ങളില്ലേ, നിന്റെ മനസ്സുകൊണ്ട് ചില ആഗ്രഹങ്ങൾ നീ സൂക്ഷിക്കുന്നില്ലേ? ഈ പ്രാർത്ഥനയുടെ വേളയിൽ അന്നും കർത്താവിനെ പിഞ്ചെന്ന് കടന്നുപോയ ആയിരങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലൊക്കെ എന്തൊക്കെയോ പ്രാർത്ഥനകൾ ഉയരുന്നുണ്ടായിരുന്നു, എന്തൊക്കെ നിയോഗങ്ങൾ സൂക്ഷിച്ചുകൊണ്ടാണ് കർത്താവിന്റെ പിന്നാലെ അവർ പിന്തുടർന്നത്. ശേഷിക്കുന്ന വചനങ്ങൾ ഇങ്ങനെ കൂട്ടിച്ചേർക്കുന്നു. 12 വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു. 1-2 അല്ല, 12 വർഷമായിട്ട് രക്തസ്രാവമുണ്ടായിരുന്ന ഒരു സ്ത്രീയും ഈ പറയുന്ന ജനക്കൂട്ടത്തിന്റെ നടുവിലുണ്ടായിരുന്നു. മോനെ ശ്രദ്ധിക്കണേ. ഏത് ജനക്കൂട്ടത്തിന്റെ നടുവിലും നിന്റെ കർത്താവിന് നിന്നെ വേറിട്ട് കാണാൻ പറ്റും. അതാണ് നമ്മുടെ കർത്താവിന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, 16-ാം അധ്യായത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, ഇങ്ങനെ പറയരുത്. എന്ത്? ഞാൻ കർത്താവിൽ നിന്നും മറഞ്ഞിരിക്കുമെന്ന്. അനേകരുടെ ഇടയിൽ ഞാൻ ആരാണ്, എന്നെ കർത്താവ് പരിഗണിക്കില്ല, ഓർക്കില്ല എന്ന് പറയരുത്. കർത്താവ് നിന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് 1000-ങ്ങളല്ല, 10,000-ങ്ങളല്ല, ലക്ഷക്കണക്കിന് ജീവിതങ്ങളുണ്ടെങ്കിലും കർത്താവിന് നിന്റെ സ്വകാര്യ ദുഃഖങ്ങളെ കുറിച്ചൊരു കരുതലുണ്ട്, നിന്റെ സ്വകാര്യ വേദനകളെ കുറിച്ച് കർത്താവിനൊരു കരുതലുണ്ട്. അങ്ങനെ കരുതലുള്ള ഒരു കർത്താവിന്റെ മുമ്പിലാണ് മക്കളെ നിൽക്കുന്നത്. അങ്ങനെ കരുതലുള്ള ഒരു കർത്താവിന്റെ സാന്നിധ്യത്തിലേക്കാണ് 12 വർഷക്കാലമായിട്ട് രക്തസ്രാവമുണ്ടായിരുന്ന ഒരു സ്ത്രീ കടന്നു വരുന്നത്. അവള് വചനം കൂട്ടിച്ചേർക്കുന്ന പല വൈദ്യന്മാരുടെ അടുത്ത് പോയി വളരെ കഷ്ടപ്പെടുകയും കൈവശമുള്ളതെല്ലാം ചെലവഴിക്കുകയും ചെയ്തിട്ടും അവളുടെ സ്ഥിതി മെച്ചപ്പെടുകയല്ല, കൂടുതൽ മോശമാവുകയാണ് ചെയ്തത്. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന നമ്മുടെ പലരുടെയും ജീവിതത്തിന്റെ, കുടുംബത്തിന്റെ അവസ്ഥയത്. ചില രോഗങ്ങള് അതുമായി പോകാവുന്നിടത്തൊക്കെ നമ്മൾ പോയി, എന്നിട്ട് രോഗം മാറിയില്ലെന്ന് മാത്രമല്ല, അത് കൂടുതൽ മോശമായ അനുഭവത്തിലേക്ക് എത്തി. മറ്റു ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളുമായി ഓടാവുന്നിടത്തൊക്കെ ഓടി, കാണാൻ പറ്റുന്നവരൊക്കെ കണ്ടു, എന്നിട്ടും പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായിട്ടില്ല. ആ പ്രശ്നങ്ങൾ കൂടിയതല്ലാതെ, പ്രശ്നങ്ങൾ അതിന്റെ തീവ്രത വർദ്ധിച്ചതല്ലാതെ
പ്രശ്നങ്ങളൊന്നും മാറിയിട്ടില്ലാത്ത അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരില്ലേ? സമാനമായ സങ്കടം പേറിക്കൊണ്ട 12 വർഷക്കാലം രക്തസ്രാവം കൊണ്ട് നടക്കുന്ന ഒരു സ്ത്രീ കർത്താവിന്റെ സന്നിധിയിലേക്ക് വരുന്നത്. മോളെ, നിന്റെ രക്തസ്രാവം എടുത്തു മാറ്റാൻ, നിന്റെ പ്രശ്നങ്ങൾ എടുത്തു മാറ്റാൻ നിന്റെ കർത്താവിന് പറ്റും. അവള് സകലതും നഷ്ടപ്പെട്ടവളാ, സമ്പത്ത് തീർന്നു പോയവളാ. അവള് പ്രതീക്ഷ പോലും ഒരുപക്ഷെ മനസ്സിൽ അറ്റുപോയവളായിരിക്കും. കാരണം 12 വർഷമായിട്ട് ഒരു രോഗം കൊണ്ട് നടക്കുന്നു. 1-2 വർഷമൊന്നുമല്ല. നമുക്കറിയാം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളുടെ കാഠിന്യം, ദൈർഘ്യം 1-2 മാസം നീളുമ്പോൾ തന്നെ നമുക്ക് പരാതിയായി, നമുക്ക് പെറുപെറുപ്പായി, നമുക്ക് ദൈവത്തോടുള്ള ബന്ധം തീർന്നു, പ്രാർത്ഥന വള്ളിയിൽ പോക്കില്ല, കുമ്പസാരമില്ല, വിശുദ്ധ കുർബാനയില്ല. എല്ലാറ്റിനോടും ഒരു അലസതയും ഒരു വിരസതയും ഒരു നിസ്സംഗതയും ഒക്കെ ആയിട്ട് നമ്മുടെ ജീവിതം മാറും. ഇവിടെ 12 വർഷമായിട്ട് ഇവൾ അനുഭവിക്കുന്നു. 1-2 12 വർഷമായിട്ട് ഈ മകൾ അനുഭവിക്കുന്ന രക്തസ്രാവം എന്ന രോഗം, അതിന്റെ നടുവിൽ എന്തോരം അവൾ വേദനിച്ചിട്ടുണ്ടാകും. സമൂഹത്തിന്റെ മുമ്പിൽ, പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പോകാൻ പോലും അവൾ പലപ്പോഴും മടിച്ചിട്ടില്ലേ? അത്രയും അസ്വസ്ഥതയുടെ നടുവില് കാണാവുന്ന വൈദ്യന്മാരെയൊക്കെ കണ്ടിട്ടും പ്രശ്നമൊന്നും മാറാതെ വല്ലാതെ സങ്കടപ്പെട്ടും വേദനിച്ചും കൂടുതൽ മോശമായ ജീവിതത്തിന്റെ അനുഭവം പേരിക്കൊണ്ട് കടന്നുപോയവൾ അവൾ യേശുവിനെ കുറിച്ച് കേട്ടിരുന്നു. അവൾ യേശുവിനെ കുറിച്ച് കേട്ടിരുന്നു, കണ്ടിട്ടില്ല. അവൾ യേശുവിനെ കുറിച്ച് കേട്ടിരുന്നു. അവൾ എന്തായിരിക്കും കേട്ടിരുന്നത്? തീർച്ചയായിട്ടും അനേകർക്ക് സൗഖ്യം നൽകി കടന്നു പോകുന്ന സൗഖ്യദായകനാണ് യേശുവെന്ന് അവൾ കേട്ടിട്ടുണ്ടാകണം. അല്ലെങ്കിൽ അനേകരുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ, ഒരൊറ്റ നിമിഷം കൊണ്ട് മാറ്റിമറിക്കാൻ കഴിവുള്ളവനാണ് യേശുവെന്ന് അവൾ കേട്ടിട്ടുണ്ടാകണം. ആ ഒരു കേൾവിയുണ്ടല്ലോ അവളുടെ വിശ്വാസത്തെ ബലപ്പെടുത്തി. വിശ്വാസം കേൾവിയിൽ നിന്നാണെന്ന് പൗലോസ്ലീഹ പറഞ്ഞില്ലേ? കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണെന്ന്. അപ്പോ ഈ കേട്ട കേൾവി അവളുടെ വിശ്വാസത്തെ വല്ലാതെ ബലപ്പെടുത്തി. അവൾ എന്താ ചെയ്തെന്നറിയാമോ? അവൾ യേശുവിനെ കുറിച്ച് കേട്ടിരുന്നു. ജനക്കൂട്ടത്തിനിടയിലൂടെ അവൾ അവന്റെ പിന്നിൽ ചെന്ന് വസ്ത്രത്തിൽ സ്പർശിച്ചു. ജനക്കൂട്ടത്തിന്റെ പിറകിലൂടെ, അവന്റെ പിറകിലൂടെ നോക്കണേ, ജനക്കൂട്ടം തിങ്ങി നിൽക്കുക. അവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. പിന്നാമ്പുറങ്ങളിലൂടെ കടന്നു വന്നിട്ട് ഇങ്ങനെ ആ ജനക്കൂട്ടത്തെ വകഞ്ഞു മാറ്റി വരണ്ടേ ഒരു സ്ത്രീ കർത്താവിന്റെ അടുത്തേക്ക് വരാൻ എത്രമാത്രം ഭാരപ്പെടണം. പുരുഷാരം ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുമ്പോ, ജനം ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുമ്പോ കർത്താവിലേക്ക് അടുത്തേക്ക് എത്താൻ എത്രമാത്രം കഷ്ടപ്പെടണം. അവൾ അത്രമാത്രം കഷ്ടപ്പെടാൻ തയ്യാറായി എന്നുള്ളതാണ്. കർത്താവിന്റെ സാന്നിധ്യത്തിലേക്ക് വരാൻ, അവന്റെ സ്നേഹം അറിയാൻ, അവനെ സ്വീകരിക്കാൻ, അവൻ തരുന്ന സൗഖ്യം സ്വന്തമാക്കാൻ അവൾ എന്ത് കഷ്ടപ്പാടും എടുക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. മക്കളെ, കർത്താവിന്റെ അടുത്തേക്ക് വരാൻ ചിലപ്പോ ചില കഷ്ടപ്പാടുകൾ എടുക്കേണ്ടി വരും, ചില അധ്വാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കേണ്ടി വരും. അവള് കർത്താവിന്റെ പിന്നാമ്പുറങ്ങളിലൂടെ കടന്നു വന്നിട്ട് അവന്റെ വസ്ത്രത്തിൽ അവളൊന്ന് സ്പർശിച്ചു. വസ്ത്രത്തിന്റെ വിളിമ്പിൽ, അതിന്റെ അരികിൽ ഒന്ന് തൊട്ടു. തൊട്ടപ്പോ ചില കാര്യം മനസ്സിൽ സൂക്ഷിച്ചിട്ട് അവൾ തൊടുന്നേ. ചില കാര്യങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടാണ് അവൾ പറയുന്നത്, കർത്താവിന്റെ വസ്ത്രത്തിൽ തൊടുന്നത്. അതെന്താണെന്നറിയാവോ? അതിനെ കൂട്ടിച്ചേർക്കുന്നു, അവന്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി, ഞാൻ സുഖം പ്രാപിക്കും എന്ന് അവൾ വിചാരിച്ചിരുന്നു, വിശ്വസിച്ചിരുന്നു. കർത്താവിന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ ഒന്ന് തൊട്ടാൽ മതി, എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് പൂർണ്ണമായിട്ടും വിചാരിച്ച് വിശ്വസിച്ചവൾ. എന്തൊരു വിശ്വാസം നോക്കി മക്കളെ. ഇതാ നമ്മൾ നിൽക്കുന്നത് ദിവ്യകാരുണ്യത്തിന്റെ തണലിലാണ്, കർത്താവിന്റെ നിഴലിലാണ് നമുക്ക്. കർത്താവിന്റെ വസ്ത്രത്തിലല്ല, കർത്താവിനെ തന്നെ തൊടാൻ പറ്റുന്ന അകലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്റെ കർത്താവിനെ തൊട്ടാൽ എനിക്ക് സൗഖ്യമുണ്ടെന്ന് വിശ്വസിക്കേ മോനെ, വിശ്വസിക്കേ. എന്റെ കർത്താവിനെ തൊട്ടാൽ എനിക്കും സൗഖ്യമുണ്ട്. നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ നിങ്ങളുടെ കരം ഈ സ്ക്രീനിലേക്ക് ഒന്ന് നീട്ടിപ്പിടിക്കാവോ? ആ സ്ക്രീനിൽ തൊടാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ആ സ്ക്രീനിൽ തൊട്ടോ. ദിവ്യകാരുണ്യത്തെ സ്പർശിക്കേ.
വിശ്വാസത്തോടെ കർത്താവിനെ തൊട്. നിന്റെ ശരീരത്തിലേക്ക് ദൈവശക്തി ഇറങ്ങും. നിന്റെ രോഗങ്ങളിലേക്ക് ദൈവശക്തി വ്യാപരിക്കും. വചനം പറയുന്നത് എന്താണെന്നറിയാമോ? തക്ഷണം ഈ വിശ്വാസത്തോടെ അവൾ തൊട്ടപ്പോ തക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു. താൻ രോഗവിമുക്തയായിരിക്കുന്നുവെന്ന് അവൾക്ക് ശരീരത്തിൽ അനുഭവപ്പെട്ടു. മോളെ, വിശ്വാസത്തോടെ തൊട്ടെ, വിശ്വാസത്തോടെ കർത്താവിനും തൊട്ടെ. നിന്റെ എല്ലാ പ്രശ്നങ്ങളിലും കർത്താവ് ഇടപെടും. നിന്റെ എല്ലാ രോഗങ്ങളും കർത്താവ് സുഖപ്പെടുത്തും. ആ വിശ്വാസത്തോടെ തൊട്ടിട്ട് കർത്താവ് നിന്റെ ശരീരത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നത് നിന്റെ ശരീരത്തിൽ അനുഭവിക്കാൻ കർത്താവ് നിന്നെ അനുവദിക്കും. തീർച്ചയാണ്. വിശ്വസിക്കേ മോളെ, മോനെ വിശ്വസിക്കേ. നിന്റെ കർത്താവ് കൂടെ ഉണ്ടല്ലോ, ഈശോ കൂടെ ഉണ്ടല്ലോ. പോരെ, നിനക്ക് വേറെ എന്ത് വേണം? തമ്പുരാൻ നിന്റെ കൂടെ ഉണ്ടല്ലോ. നിന്റെ കയ്യെത്തും ദൂരത്ത് നിന്റെ കർത്താവ് ഉണ്ടല്ലോ. നിന്റെ വിശ്വാസം മാത്രം ഒന്ന് ബലപ്പെടുത്തിയാൽ മതി. കർത്താവ് നിന്റെ ചാരയുണ്ട്. വിശ്വാസത്തിന്റെ മറ നീക്കി, അവിശ്വാസത്തിന്റെ അന്ധവിശ്വാസത്തിന്റെ ഒക്കെ മറ നീക്കി, അല്പവിശ്വാസത്തിന്റെ മറ നീക്കി വിശ്വാസത്തോടെ തമ്പുരാനൊന്ന് തൊട്ടാൽ മതി. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് കർത്താവിനെ തൊടാൻ പറ്റുന്ന അകലത്തിലാണെങ്കിൽ ആ ദിവ്യകാരുണ്യത്തെ ഇങ്ങനെ കൈനീട്ടി ഒന്ന് സ്പർശിച്ചിട്ടുണ്ട്. ഈശോയേ, ഇതാ വിശ്വാസത്തോടെ ഞാൻ നിന്നെ സ്പർശിക്കുന്നു. ഈശോയേ, എന്റെ ശിരസ് മുതൽ പാദം വരെയുള്ള രോഗങ്ങളിലേക്ക് നിന്നെ ശക്തി ഒടുക്കണമേ. മാരക രോഗങ്ങള്, മാറാരോഗങ്ങള്, ആന്തരിക അവയവങ്ങളിലുള്ള രോഗങ്ങള്, ശരീരത്തിന്റെ അസ്ഥി സംബന്ധമായ രോഗങ്ങള്, സ്കിന്നുമായി ബന്ധപ്പെട്ട രോഗങ്ങള്, കർത്താവേ, എല്ലാ രോഗങ്ങളിലേക്കും നിന്റെ സൗഖ്യമെടുക്കാൻ പറ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കട്ടെ, കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഈശോയേ, 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 ഈശോയേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, വിശ്വാസത്തോടെ നിന്നെ തൊടുന്ന മക്കളിലേക്ക് ഇപ്പോൾ തന്നെ നിന്റെ സാന്നിധ്യം ഇറങ്ങട്ടെ. രക്തസ്രാവക്കാരി സ്ത്രീ അവളുടെ ശരീരത്തിൽ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ചതുപോലെ തമ്പുരാനെ ഈ മക്കൾ അനുഭവിക്കാൻ നീ ഇടവരുത്തണമേ. ഇപ്പോൾ തൊടണമേ. വർഷങ്ങളായുള്ള രോഗങ്ങള് സുഖപ്പെടുത്തണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഈശോയേ, സുഖമാകുവാൻ നാഥാ, ഈശോ നിൻ സ്തുതി പാടുവാൻ നാഥാ. ഒന്നു തൊട്ടാൽ മതി, നിന്റെ നോട്ടം മതി, ഞാൻ സുഖമാകുവാൻ നാഥാ, നിൻ സ്തുതി പാടുവാൻ നാഥാ. ഒന്നു വിളിച്ചാൽ മതി, നിന്നെ ഓർത്താൽ മതി, എന്റെ ദുഃഖങ്ങൾ മാഞ്ഞു പോകും. ഒന്നു വിളിച്ചാൽ മതി, നിന്നെ ഓർത്താൽ മതി, എന്റെ ദുഃഖങ്ങൾ മാഞ്ഞു പോകും. എന്റെ സ്വപ്നങ്ങളിൽ സ്വർഗരാജ്യം വരും, ഞാൻ ക്ഷമയോടെ കാത്തിരിക്കും. എന്റെ സ്വപ്നങ്ങളിൽ സ്വർഗരാജ്യം വരും, ഞാൻ ക്ഷമയോടെ കാത്തിരിക്കും. ഒന്നു തൊട്ടാൽ മതി, നിന്നെ നോട്ടം മതി, ഞാൻ സുഖമാകുവാൻ നാഥാ, നിൻ സ്തുതി പാടുവാൻ നാഥാ. മോനെ, അവളിൽ നിന്നും ആ രോഗം മാറിപ്പോകുന്നത് അവൾ അനുഭവിച്ചു. പെട്ടെന്ന് കർത്താവ് തിരിഞ്ഞു നിന്നിട്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട്: ആരാണ് എന്നെ സ്പർശിച്ചത്? ജനക്കൂട്ടം മുഴുവനും തിങ്ങി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. അപ്പോഴാണ് കർത്താവ് തിരിഞ്ഞു ചോദിച്ചത്: ആരാണ് എന്നെ സ്പർശിച്ചത്? ജനക്കൂട്ടം തൊട്ടതുപോലെയല്ല അവൾ കർത്താവിനെ തൊട്ടത്. ജനക്കൂട്ടം സ്പർശിച്ചതുപോലെയല്ല അവൾ കർത്താവിനെ സ്പർശിച്ചത്. മോനെ, നമ്മളും ജനക്കൂട്ടത്തെ പോലെ ആകരുത്. രക്തസ്രാവക്കാരി സ്ത്രീയുടെ വിശ്വാസത്തോടെ വേണം ഇപ്പോൾ കർത്താവിനെ തൊടാൻ. കർത്താവ് ചോദിച്ചു: ആരാ എന്നെ സ്പർശിച്ചത്? കാരണം എന്നിൽ നിന്നും ശക്തി പുറപ്പെട്ടിരിക്കുന്നു.
അതാ പറഞ്ഞാണ് എന്നിൽ നിന്നും ശക്തി പുറപ്പെട്ടിരിക്കുന്നു. മോനെ, ഇതാ ഈ ദിവ്യകാരുണ്യത്തിൽ നിന്നും ശക്തി പുറപ്പെട്ടുകൊണ്ടിരിക്കുക. നിന്നിലേക്ക്, നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ പ്രശ്നങ്ങളിലേക്ക്, നിന്റെ പ്രതിസന്ധികളിലേക്ക്, നിന്റെ ആകുലതകളിലേക്ക്, നിന്റെ നൊമ്പരങ്ങളിലേക്ക്, നിന്റെ ഒറ്റപ്പെടലുകളിലേക്ക്, നിന്റെ ജീവിത ദാമ്പത്യ തകർച്ചകളിലേക്കെല്ലാം ദൈവത്തിന്റെ ശക്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. നീ വിശ്വാസത്തോടെ തൊട്. നിന്റെ കുടുംബം തകർന്ന അവസ്ഥയിലാണോ? നിന്റെ ദാമ്പത്യം തകർന്ന അവസ്ഥയിലാണോ? വിവാഹമോചനത്തിന്റെ വക്കിലെത്തി നിൽക്കുന്ന അവസ്ഥയാണോ? നിന്റെ കുഞ്ഞുങ്ങൾ വഴിവിട്ടു പോയോ? നിന്റെ ഭർത്താവിന്റെ അവിശ്വസ്തത നിന്നെ വേട്ടയാടുന്നുണ്ടോ? നിന്റെ മാതാപിതാക്കളുടെ രോഗങ്ങളും തകർച്ചകളൊക്കെ നിന്നെ വല്ലാതെ മാനസിക സംഘർഷത്തിലാട്ടുന്നുണ്ടോ? നിന്റെ വരുമാന മാർഗങ്ങൾ തകർന്നു പോയോ? വിശ്വാസത്തോടെ നീ തൊട്. ദൈവത്തിന്റെ ശക്തി നിന്നിലേക്ക് പ്രവഹിക്കട്ടെ. നിന്റെ കരങ്ങളിലൂടെ ദൈവശക്തി നിന്റെ കുടുംബത്തിലേക്ക് പ്രവഹിക്കട്ടെ. നിന്റെ കരങ്ങളിലൂടെ ദൈവ സാന്നിധ്യം നിന്റെ ജീവിതത്തിന്റെ കുടുംബത്തിന്റെ എല്ലാ മേഖലകളിലേക്ക് ഇറങ്ങി വരട്ടെ. യേശുവേന്ന് വിളിച്ച്, ഈശോയേന്ന് വിളിച്ച്, ഉള്ളുകൊണ്ട് കർത്താവിനെ വിളിച്ച്, എന്റെ കർത്താവേ, എന്റെ ഈശോയേ, എന്നെ നീ തൊടണമേ. എന്റെ ജീവിതത്തിലേക്ക്, എന്റെ കുടുംബത്തിലേക്ക് നിന്റെ ശക്തി കടന്നു വരാൻ നീ അനുവദിക്കണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, 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 ആരാധന. എന്റെ ചലനങ്ങളിൽ ദൈവസ്നേഹം മതി. എന്റെ സ്വാർത്ഥത കൂടൊഴിയും. ആമേൻ. എന്റെ ചലനങ്ങളിൽ ദൈവസ്നേഹം മതി. എന്റെ സ്വാർത്ഥത കൂടൊഴിയും. എന്റെ കർമ്മങ്ങളിൽ സ്നേഹഭാവം വരും. ഞാൻ യേശുവിൻ ദാസനാകും. എന്റെ കർമ്മങ്ങളിൽ ദൈവസ്നേഹം വരും. ഞാൻ യേശുവിൻ ദാസനാകും. ഒന്നു തൊട്ടാൽ മതി, നിന്റെ നോട്ടം മതി, ഞാൻ സുഖമാകുവാൻ നാഥാ. നിൻ സ്തുതി പാടുവാൻ നാഥാ. ഒന്നു തൊട്ടാൽ മതി, നിന്റെ നോട്ടം മതി, ഞാൻ സുഖമാകുവാൻ നാഥാ. നിൻ സ്തുതി പാടുവാൻ നാഥാ. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും നിമിഷം മുട്ടുകുത്തുന്നു. കർത്താവ് അവളോട് പറഞ്ഞ എന്നാന്നറിയാവോ? അവള് വേദനിച്ചും അസ്വസ്ഥപ്പെട്ടും ഭയപ്പെട്ടും ഒക്കെ തമ്പുരാനിൽ നിന്നപ്പോ കർത്താവ് അവളോട് പറഞ്ഞ എന്നാന്നറിയോ? മോളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തിൽ പൊക്കോളാൻ പറഞ്ഞു. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചെന്ന് പറഞ്ഞു. ഇവിടുന്ന് നീ സമാധാനത്തിൽ പൊക്കോളാൻ. മക്കളെ, നമ്മുടെ ജീവിതത്തിൻ്റെ അരക്ഷിതാവസ്ഥയിലും തകർച്ചയിലും പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലൊക്കെ നമ്മളെ രക്ഷിക്കുന്ന നമ്മുടെ വിശ്വാസമാണ്. യേശുവിലുള്ള നമ്മുടെ വിശ്വാസം, കർത്താവിലുള്ള നമ്മുടെ വിശ്വാസം, ജീവിക്കുന്ന ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസത്തിന് മാത്രമേ നമ്മളെ രക്ഷിക്കാൻ പറ്റൂ. യേശുവിനും മാത്രമേ നമ്മളെ രക്ഷിക്കാൻ പറ്റൂ. കർത്താവ് പറഞ്ഞു, സമാധാനത്തിൽ പൊക്കൊള്ളാൻ പറഞ്ഞു. സമാധാനമില്ലാത്ത അവസ്ഥയുള്ള എല്ലാ മക്കളും ഈ നിമിഷം പ്രാർത്ഥിക്കുക. കുടുംബത്തിൽ സമാധാനമില്ലേ? മക്കളുടെ ദാമ്പത്യ ജീവിതത്തിൽ സമാധാനമില്ലേ? നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തിൽ സമാധാനം സന്തോഷമില്ലാത്ത അവസ്ഥയാണോ? ഈശോയോട് പറ, കർത്താവേ, സമാധാനം തരണമേ. ലോകത്തിന് തരാൻ പറ്റില്ല മക്കളെ. സമാധാനം എന്നത് ലോകത്തിന് തരാൻ പറ്റുന്നതല്ല, ദൈവത്തിന് മാത്രമേ തരാൻ പറ്റൂ. അതുകൊണ്ട് ഈശോയ്ക്ക് മാത്രമേ സമാധാനം തരാൻ പറ്റൂ. ഈശോയെ, ഞങ്ങൾക്ക്, ഞങ്ങളുടെ കുടുംബത്തിനൊക്കെ നീ സമാധാനം തരണമെന്ന് പ്രാർത്ഥിക്കും. ഉദ്ധിതനായ കർത്താവ് വാഗ്ദാനം ചെയ്ത സമാധാനം ഉണ്ടല്ലോ, സമാധാനം നിങ്ങളോട് കൂടെ ഈശോ പറഞ്ഞില്ലേ? ആ സമാധാനം കൊണ്ട് കർത്താവ് നമ്മളെ നിറയ്ക്കട്ടെ, നമ്മുടെ കുടുംബങ്ങളെ നിറയ്ക്കട്ടെ. മുട്ടുകുത്തി കരങ്ങൾ മാറോട് ചേർത്ത് പിടിച്ച്, കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനമില്ല, സ്വസ്ഥതയില്ല, ഒത്തിരി ഭിന്നതകൾ, കലഹമൊക്കെ ഞങ്ങളുടെ കുടുംബങ്ങളിലുണ്ട്. ഒത്തുചേർന്ന് പോകാൻ പറ്റുന്നില്ല, ഒരു ഐക്യമില്ലാത്ത അവസ്ഥയാണ്. ഈശോയെ, സമാധാനം ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിറയ്ക്കാൻ പറ. സ്വകാര്യ ജീവിതത്തിലും പല കാര്യങ്ങളുടെ മീതെ നിരന്തരം വിഭജിക്കപ്പെടുന്നുണ്ട്. കർത്താവേ, നിന്റെ സ്നേഹവും നിന്റെ സമാധാനം കൊണ്ട്
എൻ്റെ ജീവിതത്തെ നിറയ്ക്കാൻ പറ. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന. ഈശോയെ ആരാധന, ആരാധന. ഈശോയെ ആരാധന, ആരാധന, ആരാധന. കരയുന്ന മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപാ വരുമോ? ആമേൻ. കരയുന്ന മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപാ വരുമോ? ഈശോയെ നീറുന്ന ഹൃദയത്തിൽ സാന്ത്വനമേകുവാൻ ആശ്വാസദായക വരുമോ? കരയുന്ന മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപാ വരുമോ? കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ്. മോളെ, നിന്റെ കണ്ണുനീര്, നിന്റെ സങ്കടങ്ങളെല്ലാം കണ്ട കർത്താവ്, ആ കർത്താവ് നിന്നെ ഇപ്പോൾ ആശീർവദിക്കുന്ന സമയമാണ്. ഏതെല്ലാം മേഖലകളിലാണോ മോളെ, മോനെ കർത്താവിൻ്റെ ആശീർവാദം വേണ്ടത്, അത് വിശ്വാസത്തിൽ ഏറ്റെടുത്ത് ഈ നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. രക്തസ്രാവക്കാരി സ്ത്രീയെ കർത്താവ് സുഖപ്പെടുത്തിയതുപോലെ ഈ ആശീർവാദത്തിൻ്റെ സമയത്ത് നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ വർഷങ്ങളായി തടസ്സപ്പെട്ട് കിടക്കുന്ന അസ്വസ്ഥതകൾക്ക് കാരണമായി നിൽക്കുന്ന വിഷയങ്ങളെ കർത്താവ് വിടുതൽ നൽകി അനുഗ്രഹിക്കട്ടെ. ആ വിശ്വാസത്തോടെ ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ. യേശുവേ ആരാധന, യേശുവേ. യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന. യേശുവേ ആരാധന, യേശുവേ. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും